പക്ഷേ അവരുടെ കൈയുടെ ചൂട് നീ അറിഞ്ഞിട്ടുണ്ടാവില്ല. അത് നീ അറിയണം. കരയാൻ മാത്രമല്ല, പെൺകുട്ടികൾക്ക് തല്ലാനും അറിയാമെന്ന് നീ മനസ്സിലാക്കണം. രേവതി, ഇവന്റെ മുന്നിൽ കീഴടങ്ങേണ്ടി വരുമെന്ന് പേടിച്ചല്ലേ നീ നിന്റെ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി നോക്കിയത്. അതിന്റെ കണക്ക് തീർക്കണ്ടേ നിനക്ക്? ഇവന്റെ കരണത്തടിക്ക, നിന്റെ കലി തീരുന്നതുവരെ അടിക്ക. വേണ്ട രേവതി, പറ്റിപ്പോയതാ, സോറി. മോഹൻ, വീഡിയോ എടുക്ക്. ശരി സാർ. അടിക്ക് രേവതി. ഒരടി കൊടുത്തതോടെ നിന്റെ ദേഷ്യം മൊത്തം തീർന്നോ? രേവതി, ദേഷ്യം തീരുന്നവരെ അടിക്കും. ഇനി പെൺകുട്ടികളെ മുഖത്ത് നോക്കാൻ പോലും ഇവന് ധൈര്യം വരരുത്. ജയന്തി ചേച്ചിയുടെ വീഡിയോ ഇയാളുടെ മൊബൈലിലുണ്ട്. ജയന്തി ചേച്ചിയെ കുറിച്ച് ഇയാൾ മോശം പറഞ്ഞിട്ടുണ്ട്. ഇനി നീ ആരെ കുറിച്ച് മോശം പറയില്ല. മോശം പറയാൻ തോന്നുമ്പോ എന്റെ കൈകൊണ്ട് കിട്ടിയതിന്റെ ചൂട് നിനക്ക് ഓർമ്മ വരും. കൈലേഷ് സർ, ഇയാൾ എന്റെ വീഡിയോ എടുത്തിട്ടുണ്ടാവും. ഇയാൾ എന്നെ നോട്ടം വെച്ചിട്ടുണ്ടാവും. എനിക്ക് ഇയാൾ അടിക്കണം. എന്റെ പെർമിഷൻ എന്തിനാ? സൗന്ദര്യം, നിങ്ങൾ എല്ലാവരും ഇവനെ അടിക്കണം. നിങ്ങൾ എല്ലാവരോട് ഇവൻ ചെയ്ത തെറ്റിന് നിങ്ങൾ എല്ലാവരും ഇവന് ശിക്ഷ കൊടുക്കണം. നിങ്ങളുടെ എല്ലാവരുടെയും കൈ ഇവന്റെ കരണത്ത് വീഴണം. നീ എന്താ മാറി നിൽക്കുന്നേ? രഘുവിനെ തല്ലാൻ നിനക്ക് മനസ്സ് വരുന്നില്ല അല്ലേ? നിന്റെ കണ്ണിൽ പ്രിയനാണല്ലോ തെമ്മാടി. രഘു നിന്റെ കണ്ണിൽ പരമശുദ്ധനാണല്ലോ. പ്രിയൻ ഒരിക്കലും ഇതുപോലുള്ള ചെറ്റത്തരം ചെയ്യില്ലാന്ന് ഞാനന്ന് നിന്നോട് പറഞ്ഞതല്ലേ? നീ കേട്ടോ? നീ അത് വിശ്വസിച്ചിരുന്നെങ്കിൽ പ്രിയന് പോലീസിന്റെ തല്ല് കൊള്ളേണ്ടി വരുമായിരുന്നോ? പ്രിയനെ കുറ്റക്കാരനാക്കിയത് തെറ്റായി പോയിന്ന് ഇപ്പോഴെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, പ്രിയനെ പോലെ ഒരാളെ കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞത് തെറ്റാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ തെറ്റ് തിരുത്താനുള്ള അവസരം ഇത്. രഘുവിന്റെ കർണത്ത് നിന്റെ അടിയും വീഴണം. അടിക്ക്. ചെല്ലേ. ഞങ്ങൾ ഈ ചെറ്റി തല്ലുന്നത് നിനക്ക് ഇഷ്ടപ്പെടുന്നില്ലല്ലേ? പ്രിയചേട്ടന് ഒരു തെറ്റ് ചെയ്തില്ലെന്ന് സമ്മതിക്കാൻ ഇപ്പോഴും നിന്റെ മനസ്സ് അനുവദിക്കുന്നില്ല അല്ലേ? ഇനി എന്നെ തല്ലരുത്, ഞാൻ ചത്തു. തല്ലരുത്. നീ തെറ്റ് ചെയ്തിട്ട് എന്നെ കൊണ്ട് നീ കള്ളസാക്ഷി പറയിപ്പിച്ചില്ലേ? നീ ചത്തുപോവാ തന്നെയാ വേണ്ടത്. മതി, മതി. സ്റ്റോപ്പ് ഇറ്റ്. കൈലാഷ് സാർ പറഞ്ഞത് കേട്ടില്ലേ? മതി. മോഹൻ, ഇവൻ ക്യാമറ നോക്കി മാപ്പ് പറയും. അത് ഷൂട്ട് ചെയ്യണം. രഘു, മാപ്പ് പറയും. നീ ചെയ്ത തെറ്റ് തുറന്നു പറഞ്ഞ് ക്യാമറ നോക്കി മാപ്പ് പറയും. പറയാം, ഞാൻ പറയാം. ഇനി എന്നെ തല്ലരുത്. എന്നാ പറയ്. ഞാൻ ജോലി ചെയ്യുന്ന ഗാർമെന്റ്സിലെ ലേഡീസ് ഡ്രസ് ചെയ്യുന്ന സ്ഥലത്ത് മൊബൈൽ ക്യാമറ ഒളിപ്പിച്ചു വെച്ച് ഞാൻ വീഡിയോ എടുത്തു. പ്രിയനാണത് ചെയ്തതെന്ന് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ചു. പാർവതിയെ കൊണ്ട് പോലീസിനോട് അങ്ങനെ പറയിപ്പിക്കുകയും ചെയ്തു. ആ വീഡിയോ കാണിച്ച് രേവതിയെ ഞാൻ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചു. എനിക്ക് തെറ്റ് പറ്റിപ്പോയി. ഇനി ഒരിക്കലും ഞാൻ ഈ തെറ്റ് ആവർത്തിക്കില്ല. എല്ലാവരും എനിക്ക് മാപ്പ് തരണം. എല്ലാവരും എനിക്ക് മാപ്പ് തരണം. മതി. പ്രിയൻ, ഇവനെ കഴുത്തിന് പിടിച്ച് പുറത്താക്ക്. പ്രിയ, ആ ജോലി ഞാൻ ചെയ്തോളാം. ഇതെന്റെ കടമയാ. ഓടവിടെ. കരുണാകരൻ സർ, വേണ്ട. രഘു മാപ്പ് പറഞ്ഞില്ലേ? ഇനി ഈ തെറ്റ് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞില്ലേ?
രഘുവിനോട് ക്ഷമിച്ചേക്കും. ഇയാൾക്ക് കുടുംബവും കുട്ടികളൊക്കെ ഉള്ളതല്ലേ? ഇത്രയും വലിയ തെമ്മാടിത്തരം ചെയ്യുമ്പോ കുടുംബവും കുട്ടികളുണ്ടെന്ന് ഇവൻ ഓർത്തോ? ഇവനെ പോലുള്ളവരോടൊന്നേ ദയ കാണിക്കാൻ പാടില്ല മാഡം. കരുണാകരൻ സർ, വേണ്ട മാഡം, ഈ നാരിക്ക് വേണ്ടി ആര് വാദിച്ചാലും ഞാൻ കേൾക്കില്ല. വാടാ ഇങ്ങോട്ട്. പാർവതി, പ്രിയനാണ് തെറ്റുകാരനെന്ന് ഇനി നീ പറയോ? പ്രിയൻ, രഘുവിന്റെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോണോടെ അത് ഞാൻ സൂക്ഷിച്ചോളാം. പ്രിയൻചേട്ടനോട് എങ്ങനെയാ നന്ദി പറയണ്ടെന്ന് എനിക്കറിയില്ല. നന്ദി പറയാനോ? എന്നോടോ? നിന്റെ കൂടപ്പിറപ്പ് നിനക്കൊരു സഹായം ചെയ്താ നീ നന്ദി പറയൂ? എല്ലാരും പോയി ജോലിയെ. സോറി. പാറു, വാസന്ത ചേച്ചി, എന്താ പാറു? എന്തിനാ കാണണമെന്ന് പറഞ്ഞത്? ഒരു കാര്യം അറിയാൻ വേണ്ടിയാ. ഞാൻ ചോദിച്ചാ വാസന്ത ചേച്ചി സത്യം പറയോ? ഞാനെന്തിനാ നിന്നോട് കള്ളം പറയുന്നേ? വാസന്ത ചേച്ചിയുടെ അനിയത്തിയല്ലേ രമ്യ? അതെ. ഞാൻ ഈ ടൗണില് ആദ്യമായിട്ട് വന്ന ദിവസം എന്നെ ഹോസ്റ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ബസ് സ്റ്റാൻഡിൽ വന്നത് പ്രിയൻചേട്ടനാ. ഒരു പെൺകുട്ടി പ്രിയൻചേട്ടന്റെ കരണത്തടിക്കുന്നതാ ഞാൻ കാണുന്നത്. അടുത്ത ദിവസം ഞാൻ ജോലിക്ക് വരുമ്പോ വാസന്ത ചേച്ചിയും പ്രിയൻചേട്ടനും ഇവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതാ ഞാൻ കണ്ടത്. പ്രിയൻ ഹീറോ അല്ലേ? പ്രിയൻ പറഞ്ഞ പിന്നെ അപ്പീലുണ്ടോ? ഞാൻ ആരോടും പറയില്ല. പ്രിയൻചേട്ടന്റെ കരണത്തടിച്ച പെൺകുട്ടി രമ്യയാണെന്നും ഈ ഗാർമെന്റ്സില് ജോലി ചെയ്തിരുന്നാണെന്നും വാസന്ത ചേച്ചിയുടെ അനിയത്തിയാണെന്നും ഒക്കെ ഞാൻ പിന്നെ അറിഞ്ഞത്. സ്വന്തം അനിയത്തിയെ പ്രേമിച്ച് ചതിച്ച ആളോട് ചേച്ചിക്ക് എങ്ങനെയാ അങ്ങനെയൊക്കെ പെരുമാറാൻ കഴിഞ്ഞത്? എന്റെ അനിയത്തി രമ്യയെ പ്രിയൻ പ്രേമിച്ച് ചതിച്ചെന്നോ? നീ കണ്ടതെല്ലാം സത്യ പാർവതി. പക്ഷേ നീ മനസ്സിലാക്കിയതൊന്നും സത്യമല്ല. എന്നുവെച്ചാ എനിക്ക് മനസ്സിലായില്ല. ഈ ഗാർമെന്റ്സില് ഏറ്റവും നല്ല സ്വഭാവമുള്ള ചെറുപ്പക്കാരൻ ആരാന്ന് ചോദിച്ചാ നീ ഒഴികെ എല്ലാരും കണ്ണുമടച്ച് ഉത്തരം പറയും പ്രിയനാണെന്ന്. അവൻ എല്ലാവരോടും വളരെ ഫ്രണ്ട്ലിയായി പെരുമാറുമല്ലോ. ആ പെരുമാറ്റം കണ്ട് രമ്യ തെറ്റിദ്ധരിച്ചു പ്രിയൻ അവളോട് പ്രേമമാണെന്ന്. ആ കാര്യം ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ല. പ്രിയന് പോലും മനസ്സിലായില്ല. കാരണം കൂടപ്പിറപ്പിനെ പോലെ കാണുന്ന പെൺകുട്ടി തന്നെ പ്രേമിക്കുമെന്ന് അവൻ ചിന്തിക്കുന്നില്ലല്ലോ.